പൾസർ സുനിയുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് ശ്രീമതി മിനി പറയുകയുണ്ടായി. അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയധികം ഇപ്പം 20 വർഷം തടവ് ശിക്ഷ വിധിച്ച ഒരാളുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പീൽ വിജയിക്കുവാനുള്ള സാധ്യത, കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം, ഇങ്ങനെ പല ഫാക്ടേഴ്സ് കണക്കിലെടുത്ത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശിക്ഷ അയാളുടെ സസ്പെൻഡ് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ സമൂഹത്തിനെ കണക്കിലെടുത്താണോ കോടതി ശിക്ഷ വിധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷ വിധിക്കേണ്ടതായിട്ടുള്ള പരിഗണിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ശിക്ഷ വിധിക്കുമ്പോൾ അതെങ്ങനെ സമൂഹത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളത് കോടതി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അത് സുപ്രീം കോടതിയുടെ തന്നെ എണ്ണമറ്റ വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. വൈയക്തികമായ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ മാധ്യമ ചർച്ചകളിൽ കുറ്റാരോപിതനെ കല്ലെറിയാനുള്ള ശ്രമങ്ങളോ ഒന്നും ആയിരിക്കരുത് സ്വാധീനിക്കേണ്ടത്. പക്ഷേ ഈ ഒരു ഒഫൻസ്, ഇതുപോലെ ഒരു അഭിനേത്രിയെ വാഹനത്തിനുള്ളിൽ വെച്ച് അവർക്കൊന്ന് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അതിക്രൂരമായിട്ട് കൂട്ടബലാത്സംഗത്തിന് വിധേയയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ എങ്ങനെ സമൂഹത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും, സമൂഹം എങ്ങനെ അതിനെ കാണും, ആ ശിക്ഷയെ എങ്ങനെ വിലയിരുത്തും, ഒഫൻസ് എത്രത്തോളം സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. സമീപകാലത്ത് കേരള സമൂഹം ഇതിൽ ഇത്രയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഒഫൻസ് ഇല്ല. അത് മാധ്യമങ്ങൾ മാത്രം കാരണമല്ല, കാരണം അത് ഒഫൻസിൻ്റെ ബ്രൂട്ടാലിറ്റി ഉണ്ട്. എത്രത്തോളം ഒരു സ്ത്രീയെ ഹെൽപ്ലെസ് ആക്കി നിർത്തിക്കൊണ്ട് ഒരു കോഴിയെ പിടിക്കുന്നത് പോലെ എന്ന് നേരത്തെ ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അത് അവൻ്റെ റിമോഴ്സ്ലെസ്നെസ് അല്ലേ കാണിക്കേണ്ടത്? ഒരു പശ്ചാത്താപവും ഇല്ലാത്ത ഒരു കൊടും ക്രിമിനലിൻ്റെ മനസ്സല്ലേ അവിടെ പുറത്തു വന്നത്? ഈ അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് തെളിവ് പരിശോധിച്ചിട്ടല്ല, ക്രോസ് വിസ്താരം നടത്തിയിട്ടല്ല ഒരു കുറ്റകൃത്യത്തിനെ ഗൗരവമാക്കുന്ന ഫാക്ടേഴ്സ് കോടതി ശിക്ഷ വിധിക്കുമ്പോൾ പരിഗണിക്കുന്നത്. എന്താണ് റെക്കോർഡിലുള്ളതെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കോഴിയെ പിടിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അവൻ ഈ ഒഫൻസ് നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അയാളുടെ റിമോഴ്സ്ലെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്.